മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം സാഹിബ്, ഇവിടെ ഉടനെ തന്നെ എത്തിച്ചേരുമെന്ന് നാം കരുതുന്ന ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, അനുസ്മരണ പ്രഭാഷണങ്ങൾക്കായി എത്തുന്ന ശ്രീ K മുരളീധരൻ, ഇവിടെ നമ്മളോട് സംസാരിച്ച വിജയകുമാർ, നാം പ്രതീക്ഷിക്കുന്ന KN ബാലഗോപാൽ, ഇവിടെ സംസാരിച്ച എൻ്റെ സ്നേഹിതൻ ശ്രീ K രാജൻ, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി റവറൻ മോൺസിഞ്ഞോർ യൂജിൻ H പെരേര, അതേപോലെ തന്നെ KPA മജീദ് സാഹിബ്. ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം നൽകുന്നത് വളരെ ആരോഗ്യത്തോടുകൂടി പ്രസന്നവദനായി ഇവിടെ കടന്നു വന്നിട്ടുള്ള നമ്മുടെ മുനീർ സാഹിബ്, അതുപോലെ തന്നെ അദ്ദേഹം എല്ലാ രോഗങ്ങളോടും വിട പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മുന്നിലും എൻ്റെ പുറകിലുമായി ഇരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെ, MLA മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് എത്രയോ വേദികളിൽ അനുസ്മരണ പ്രസംഗം നടത്താൻ വലിയ അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇന്ന് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ വേദിയിൽ സ്റ്റാർ സ്റ്റഡഡായിട്ടുള്ള ഒരു സദസ്സിൽ ഒരു നീണ്ട പ്രസംഗം ചെയ്യുന്നത് അനുചിതമാണ് എന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. എന്തായാലും നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിൻ്റെ ഒരിക്കലും മായാത്ത നിലാവായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെ കൂടുതലടുത്ത് കണ്ടവർക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തന ശൈലി, സംസാര ശൈലി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഇതൊക്കെ വലിയ അത്ഭുതമായി ആദ്യഘട്ടങ്ങളിൽ തോന്നാറുണ്ട്. ഇപ്പോഴും നിങ്ങളിൽ ആരെങ്കിലും ചൊവ്വാഴ്ച ദിവസം പാണക്കാട്ട് ചെന്നാൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പെല്ലാമായി ബന്ധപ്പെട്ട് അവിടെ പോയ സമയത്ത് യാദൃശ്ചികമായി ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാനവിടെ ഒരു സ്ത്രീ ഒരു തൊപ്പിയെല്ലാം വെച്ചിട്ടുണ്ട്. അവർ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളല്ല എന്ന് അവരുടെ വേഷവിധാനങ്ങളിൽ കണ്ടാൽ അറിയാം. അവർ വായിലൊരു വിസിൽ കോഡ് വെച്ചിട്ട് വിസിലടിക്കുകയാണ്. കാരണം അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളൊക്കെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അവരെ കൃത്യമായി നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് ആനയിക്കുക എന്നതാണ് അവരുടെ ജോലി. എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വന്ന്? അല്ല, ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ വരുന്ന ആളാണ്. ഇവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്യൂട്ടി, അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ നിങ്ങളോടൊപ്പം വന്നിട്ടുള്ള സ്ത്രീകൾ എന്തിനാണ്? എന്നെ അവർക്ക് മനസ്സിലായൊന്നുമില്ല. എന്തിനാണ് അവർ വരുന്നത്? അത് സാറേ, അവർക്ക് ഇവിടെ വന്നാൽ ഒരു സമാധാനമാണ്, അതിന് വരുന്നതാണ്, വേറെ ഒന്നിനുമല്ല. വേറെ എന്ത് കിട്ടാൻ? അതല്ല, ഒരു സമാധാനമാണ്. അപ്പോൾ ആ സമാധാനം ഇപ്പോഴും പാണക്കാട്ട് മുറ്റത്ത് നിന്ന് യഥേഷ്ടം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആ കാലഘട്ടത്തിലും എനിക്ക് അവിടെ ചെല്ലാനും അവരുടെ ആ മുറ്റത്തെ ആ മധുരിക്കുന്ന ഓർമ്മകളും പുഞ്ചിരിക്കുന്ന മുഖങ്ങളും കാണാനും അവസരമുണ്ടായിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവങ്ങളിൽ ഒന്നായി ഞാനിപ്പോഴും സൂക്ഷിക്കുകയാണ്. എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, CMP ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് CMP രൂപീകരിക്കപ്പെട്ടത്. ഇന്ന് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, മുസ്ലിം കോസ് എന്നത് അതെടുക്കുക എന്നത് ഒരു വളരെ ഒരാൾ പ്രോഗ്രസീവാണോ എങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം കോസ്, മൈനോറിറ്റി കോസ് എടുക്കണം. അങ്ങനെ എടുക്കാത്ത ആളുകൾക്ക് ഇന്ന് പുരോഗമനം ആയിട്ടുള്ള ഒരു ചിന്താഗതിയിൽ സ്പേസ് ഇല്ല. പക്ഷേ 80കളുടെ മധ്യത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. വളരെ കടുത്ത തരത്തിലുള്ള ഒരുപാട് സംഘർഷങ്ങളുണ്ടായി. അതിലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ പ്രൊഡക്റ്റാണ് CMP. അങ്ങനെ CMP എല്ലാം രൂപീകരിച്ച് ഞങ്ങൾ ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിൽ MBR ഉണ്ട്. MBR ആണെങ്കിൽ എല്ലാവരോടും അങ്ങനെ തുറന്നൊന്നും സംസാരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി
എന്നെപ്പോലുള്ളവരാണ്, ഞാൻ വിജയകൃഷ്ണൻ, കോട്ടുമല അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കാണാറുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കന്മാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 91 മുമ്പ് ഞാൻ അരവിന്ദാക്ഷനുമായിരുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് മാസ്റ്റർ കമ്മ്യൂണിക്കേറ്ററായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൽ കൂടെയാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു, കൊരമ്പയിലുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയും, അത് തങ്ങൾ പറയണം, തങ്ങൾ പറഞ്ഞാലേ നടക്കുള്ളൂ. അങ്ങനെ തങ്ങളെ പോയി കാണുന്നു. തങ്ങളെന്നാൽ വിശദമായിട്ട് എന്തെങ്കിലും പറയുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അദ്ദേഹം കഷ്ടിച്ച് ഒരു 10-12 വാക്കുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതിൻ്റെ എല്ലാ കാര്യവും വളരെ ക്ലിയറായിരുന്നു. കൂടുതൽ വാക്കുകൾ ഉച്ചരിക്കേണ്ട ആവശ്യം ഇല്ല, മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടതിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഞങ്ങൾക്ക് 87 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അവരുടെ സീറ്റ് ഞങ്ങൾക്ക് തന്നത്, അതായത് അഴീക്കോട് സീറ്റ് നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ജയിച്ച് പിന്നീടും വന്ന് വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ കഥ നീട്ടി പറയുന്നില്ല. വീണ്ടും ഒരു രക്ഷയുമില്ല. ഇത് വന്നപ്പോഴാണ് ഞാനിതിവിടെ ഈ VJT ഹാളിൽ ഇന്ന് ഞാനിരിക്കുന്ന എന്താ പറയുക, മന്ത്രിസഭാംഗം എന്ന നിലയിൽ അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഒരു രക്ഷയുമില്ല. MVR പോവുകയാണ്, ഇവിടെ നിന്ന് MLA ക്വാർട്ടേഴ്സിൽ നിന്ന് പെട്ടിയൊക്കെ എടുത്ത് നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ, ഞാനും എൻ്റെ കൂടെ അരവിന്ദാക്ഷനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ലീഡറെ കാണാൻ ചെന്നു. അപ്പോൾ അന്ന് ലൈറ്റ്നിങ് കോൾ ബുക്ക് ചെയ്താൽ മാത്രമേ ഫോൺ കിട്ടുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ ലീഡർ ലൈറ്റ്നിങ് കോൾ ബുക്ക് ചെയ്തു. വേറെ ആരെയല്ല, ശിഹാബ് തങ്ങളെയാണ് വിളിച്ചത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി സ്റ്റാൻഡേർഡ് റഷീദ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം ഫോട്ടോ എടുക്കാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ലീഡർ പറഞ്ഞു, ഇപ്പോൾ ഫോട്ടോ എടുക്കണ്ട റഷീദെ, കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളകത്തേക്ക് കയറി. അപ്പോൾ തന്നെ ലൈറ്റ്നിങ് കോൾ വന്നു. ലീഡർ ശിഹാബ് തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ രാഘവന് മത്സരിക്കാൻ ഒരു സീറ്റ് വേണം. ശരി, എന്നാൽ ആയിക്കോട്ടെ. എന്നാൽ പകരം സീറ്റ് പോലും ചോദിക്കാതെയോ തരാതെയോ ആ മഹാനായ മനുഷ്യൻ അന്നൊരു സീറ്റ് തന്നില്ലായിരുന്നുവെങ്കിൽ ഈ CMP എന്നുള്ള പാർട്ടിയെ പിന്നെ കാണുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നു. ഞങ്ങൾ വീണ്ടും ഇവിടെ പിന്നെ മന്ത്രിസഭയിലൊക്കെ വന്നു. നീണ്ട കഥകൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ കൂളായി, വളരെ വളരെ വിഷമമുള്ള കാര്യങ്ങൾ. തൻ്റെ സ്ഥാനാർത്ഥിയെ ഇന്നിപ്പോൾ അത് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? വളരെ വിഷമമാണ്. പ്രഖ്യാപിക്കപ്പെട്ട തൻ്റെ സ്ഥാനാർത്ഥിയോട് പിന്നെ മത്സരിക്കാം എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ എളുപ്പമില്ലാത്തൊരു കാര്യം ചെയ്തതുകൊണ്ടാണ് MVR മന്ത്രിയായത് എന്ന് ഞാനിപ്പോൾ അനുസ്മരിച്ചില്ലെങ്കിൽ അത് ഒരു നന്ദികേടായിരിക്കും എന്നതുകൊണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഞങ്ങളെടുത്ത സമീപനത്തോടുള്ള സ്നേഹമാണ്. ആ സമീപനം മറ്റൊന്നുമായിരുന്നില്ല. ശരീഅത്ത് വിവാദം കത്തി നിന്ന കാലഘട്ടത്തിൽ അത് ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം വേണം, അല്ലെങ്കിൽ CPMൻ്റെ ഔദ്യോഗിക നേതൃത്വം എടുക്കുന്ന സമീപനം ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചതുകൊണ്ട് തന്നെയാണ് ഞങ്ങളോട് ആ കരുണ അല്ലെങ്കിൽ ആ സ്നേഹം ഞങ്ങളോട് കാണിച്ചത്. കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നതിൽ വളരെ നല്ല കാര്യമാണ്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയായിരുന്നു എന്ന് പറഞ്ഞവർ തന്നെ അത് നല്ല കാര്യമാണ് മാറ്റിയത്. അതൊരു മതേതര ന്യൂനപക്ഷ പാർട്ടിയാണ് എന്ന് ഇന്ന് ഇന്ത്യ മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്നത്തെ സ്ഥിതി 84-ലെ സ്ഥിതി അല്ല. ഇന്ന് ഫാസിസം നമ്മുടെ വാതിലിൽ മുട്ടുകയാണ്. നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, ചെന്നായ വന്ന് പന്നിക്കുട്ടികളുടെ ആട്ടിൻകുട്ടികളുടെ വാതിലിൽ മുട്ടിയൊരു കഥയുണ്ടല്ലോ. ആ വാതിലിൽ മുട്ടുമ്പോൾ ആട്ടിൻകുട്ടികൾ പേടിച്ചിരിക്കുകയാണ്. എപ്പോഴും വേണമെങ്കിലും ചെന്നായ കത്തേക്ക് വരാം എന്നത് പറഞ്ഞതുപോലെ ചെന്നായ വന്ന് വാതിൽ മുട്ടുമ്പോൾ പേടിച്ചിരിക്കുന്ന കുട്ടികളെപ്പോലെയാണ് ഇന്ന് ജനങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ചെന്നായിയെ പേടിക്കരുത് എന്ന് ശക്തമായി ഒരു സമുദായത്തോടും പൊതുജനങ്ങളോടും പൊതുവിൽ ഇന്ത്യൻ സമൂഹത്തോടും വിളിച്ചു പറയാൻ മുസ്ലിം ലീഗിന് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും കരുത്തുണ്ട് എന്നത് ഫാസിസത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിലെ ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്.
അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോവാണ്. എന്തായാലും എനിക്ക് ബഹുമാനായ ശിഹാബ് തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തീരെ ചുരുക്കി പറയാനും അറിഞ്ഞുകൂടാ എന്നൊരു പ്രശ്നവും ഞാൻ നേരിടുന്നുണ്ട്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോടുണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.